ഹായ്, എൻ്റെ പേര് അഫിമോൾ. വീട് മൂവാറ്റുപുഴയാണ്. ബെൻസിലിലെ ജാമിലെ ഓഫ്‌ലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. ബെൻസിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ജാം എക്സാമിന് ഒരു ഓൾ ഇന്ത്യ റാങ്ക് 100 ആ ഒരു റേഞ്ചിലൊരു റാങ്ക് ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഈവൻ ദോ പ്രീവിയസ് ഇയറിൽ ബെൻസിലിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് 100 ബിലോ റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് സർപ്രൈസിംഗ്ലി എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 6 ഉണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി ചെയ്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ 4 ഇയർ ഡിഗ്രിയുടെ ഭാഗമായിരുന്നു. പക്ഷെ നമുക്ക് തേർഡ് ഇയർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും നമുക്ക് ക്വിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഫോർത്ത് ഇയറിലോട്ട് പോകണോ എന്നുള്ളത്. പക്ഷെ എനിക്ക് 2 ഇയർ MSc നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് തേർഡ് ഇയർ കഴിഞ്ഞ് ക്വിറ്റ് ചെയ്ത് ജാം എക്സാമിന് ഒരു അറ്റംപ്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ഞാൻ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ ജാം എക്സാം എഴുതിയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. മിക്ക ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് അറിയില്ലായിരുന്നെങ്കിലും ആ കൺസെപ്റ്റുകളൊക്കെ പഠിച്ചതായിട്ടും അല്ലെങ്കിൽ അതൊക്കെ എനിക്കൊന്ന് ഓർത്തെടുക്കാനൊക്കെ സാധിച്ചു. എനിക്ക് മനസ്സിലായി ഒരു റിപ്പീറ്റ് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് ബ്രേക്ക് എടുത്ത് 2026 ജാം എക്സാമിന് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ജാമിനും നെറ്റിനും ഒക്കെ കോച്ചിങ് കൊടുക്കുന്ന സെന്റേഴ്സ് ധാരാളം അവൈലബിൾ ആയിരുന്നെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് അവരാണ് എന്നോട് ബെൻസിലിനെ പറ്റിയും അവിടുത്തെ റിസൾട്ട്സിനെ പറ്റിയും പറഞ്ഞത്. സോ നല്ല റിസൾട്ടുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ ബെൻസിൽ തന്നെ പഠിക്കാൻ തീരുമാനിച്ചു. എൻ്റെ കംപ്ലീറ്റ് പ്രിപ്പറേഷനും ബെൻസിൽ തന്നെയായിരുന്നു. ഇവിടെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സസ് ഉണ്ടാവും. എൻ്റെ പ്രിപ്പറേഷൻ്റെ കൂടുതൽ സമയം ഞാൻ കൊടുത്തിരുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. ഞാൻ എല്ലാ ചാപ്റ്ററിനെയും ഒരുപോലെ തന്നെയായിരുന്നു അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ക്ലാസ്സസ് കഴിഞ്ഞ് നമുക്ക് മെറ്റീരിയൽസ് ഓരോ ചാപ്റ്ററിലും ഏകദേശം ഒരു 150ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് വർക്ക്ഔട്ട് ചെയ്യാനായിരുന്നു കൂടുതൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷേ വൺസ് ഇവിടുത്തെ മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അത് വർക്ക്ഔട്ട് ചെയ്യും. കൂടാണ്ട് നമുക്ക് ഇവിടെ തന്നെ വീക്ക്ലി ഓരോ ചാപ്റ്റർ വൈസ് ടെസ്റ്റും ഓരോ മന്തിലുള്ള AITS-നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം AITS നമ്മുടെ ജാം എക്സാമിൻ്റെ അതേ പാറ്റേണിലാണ് കണ്ടക്ട് ചെയ്യുക. ബെൻസിൽ ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു 7 to 8 months ഇറ്റ് വാസ് സ്പ്ലെൻഡിഡ്.